ഹായ് ഓൾ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് കേട്ടോ. അത് ഞാൻ തുടക്കം കുറച്ച് ഫ്ലൈറ്റുകളുടെ കുറച്ച് വീഡിയോസല്ല ഷോർട്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫ്ലൈറ്റുകളൊക്കെ വന്ന് കിടക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയില്ലേ, കണ്ടോ വന്നിറങ്ങുന്നു. ഇത് ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി നടത്തുന്നതാണിത്. അതിൽ 14 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. 14 മുതൽ 17 വയസ്സ് വരെ കുട്ടികൾക്ക് കുറച്ച് ഫീസ് കുറവാണ്. 18 വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ ഫീസ് കൂടുതലാണ്. പിന്നെ അവർക്കൊരു റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫ്ലൈറ്റ് ഇറങ്ങുകയും പോവുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാനൊക്കെ ആദ്യം വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അവിടെ പോയിരിക്കുന്ന സമയം അറിയത്തില്ല, ഇതിൻ്റെ സമയം പോകുന്നതേ അറിയത്തില്ല. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കും. ഇത് വണ്ടിയൊക്കെ ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലം കണ്ടോ, ഇതിന് പുറത്ത് പോയി ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റുകളെ വലിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഈ വണ്ടികൾ കേട്ടോ. ഇതുണ്ട്, ഇത് നേരത്തെ അവിടെ എങ്ങാണ്ട് ലാൻഡ് ചെയ്ത സാധനം വലിച്ചുകൊണ്ട് പോകുന്ന. പിന്നെ ഇത് കൃഷി ഇത് ഒരുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആൾക്കാരുണ്ടാവേ. അത് അവരെ എപ്പോഴും അതിങ്ങനെ പുല്ല് വെട്ടി അത് വൃത്തിയാക്കി അവിടെ ഇങ്ങനെ വൃത്തിയാക്കി ഇടും. അപ്പോൾ ഈ ഫ്ലൈറ്റ് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനതേ അടുത്ത ഒരെണ്ണം ഇവിടുന്ന് പൊങ്ങി പോകാൻ തുടങ്ങി. ഇത് പൊങ്ങി ആ ഒരു ത്രെഡ് കണ്ടോ, ഇത് പൊങ്ങി അതിൻ്റെ ഹയസ്റ്റ് ലെവലിൽ എത്തിക്കഴിയുമ്പോഴത്തേന് ഈ ത്രെഡ് ഡിസ്കണക്റ്റ് ആവും. ഈ ത്രെഡ് ആക്ച്വലി ഒരു 2-2.5 കിലോമീറ്റർ അപ്പുറം ഒരു വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് ഹയസ്റ്റ് ലെവലാകുമ്പോഴത്തേന് ആ ത്രെഡ് അങ്ങ് ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ഇത് നേരത്തെ അവിടെ അതിര് കടന്നു പോയ ഒരു വണ്ടീനെ വലിച്ചുകൊണ്ട് വരുന്നതാണ് കേട്ടോ. ഒരു കാറ് പോയിട്ട് അതിനെ കെട്ടി വലിച്ചുകൊണ്ട് വരികയാണ്. അപ്പം ഇവർ ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലം കണ്ടോ, അവിടെയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിനെ തിരിച്ച് ഓടിച്ചു കൊണ്ടുവന്ന് അവരെ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ കൊണ്ടുവെക്കാൻ പറ്റും. ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാറി എന്നിട്ട് വലിച്ചുകൊണ്ട് വരണം. എന്താ അവിടെയൊക്കെ ചെത്തി ഒരുക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നതാണ്. അതെ, പിന്നെ ഇതിനെ ദൂരെ കിടക്കുന്ന ഒരെണ്ണത്തിനെ പതിയെ അത് പോയി വലിച്ചുകൊണ്ട് വരുന്നതാണ്. അല്ല, ആദ്യം വന്നതിനെ ഒരെണ്ണത്തിനെ വലിച്ചുകൊണ്ട് വരുന്നു, അടുത്തതിനെ പുറകിനെ വലിച്ചുകൊണ്ട് വരുന്നു. ഇത് അതിൻ്റെ തുടക്ക സ്ഥലമാണ്. അവിടെ കൊണ്ടുവന്ന് അതങ്ങനെ ലൈനായിട്ടിടും. അടുത്ത ഒരെണ്ണം വന്ന് താന്ന് പറന്ന് വന്ന് ഇറങ്ങുന്നുണ്ട്. എൻ്റെ പോക്ക് കണ്ടിട്ട് അതിര് കടന്നു പോകുമെന്ന് തോന്നുന്നു. അവൻ അതിര് കടന്ന് തന്നെ പോയി. അതിര് കടന്ന് അവിടെ പോയി. ഇനി ഇതിനെ ഇതുപോലെ കാറി എന്നിട്ട് പതിയെ അതിനെ തിരിച്ച് കെട്ടി വലിച്ച് കൊണ്ടുവരും. അങ്ങനെയാണ് ഇതൊരു കൃഷി സ്ഥലമാണ്. ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഫ്ലൈറ്റ് പറക്കുക ഇറങ്ങുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും ഇവരെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ആകാശത്തോടി എപ്പോഴും ഫ്ലൈറ്റുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം വിചാരിച്ച് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ. ഇതൊരു ചെറിയ ഫ്ലൈറ്റ്, 4 പേർക്ക് ഇരിക്കാവുന്നേ ഉള്ളൂ. അവർ പഠിക്കുന്ന പിള്ളേരും പിന്നെ പഠിപ്പിക്കാനുള്ള ആൾക്കാർക്കും ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇത് ഇവരുടെ വർക്ക്ഷോപ്പാണ് കേട്ടോ. ഈ ഫ്ലൈറ്റുകളൊക്കെ എന്തെങ്കിലും കേടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ഇവർ നന്നാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിന് തൊട്ടപ്പുറം തന്നെ കണ്ടേ, ഇവിടെ നിറച്ച് ചെമ്മരിയാടുകളാണേ. ഇതെങ്ങോട്ട് ഓടിപ്പോകുന്നില്ല കേട്ടോ. ഇത് ചുറ്റും നെറ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. ആ നെറ്റിനുള്ളിലാണ് അതുങ്ങളെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി ഒരടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.